സന്ദീപ് വാര്യർ BJP വിട്ടു. എന്നിട്ടും അദ്ദേഹം ഈ BJPക്കെതിരായുള്ള വിമർശനം വച്ചു നിർത്തുന്നില്ല. വലിയ വിമർശനമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെതിരെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുക കണ്ടാലേ അടങ്ങൂ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. സുരേന്ദ്രന്റെ പുക കണ്ടേ സന്ദീപ് വാര്യർ അടങ്ങൂ എന്നാണ് പറയുന്നത്. അത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടില്ല, മറ്റേ ആട് സിനിമയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ആ പോസ്റ്റിൽ അതെ ആ പോസ്റ്റിൽ എന്താ തോന്നുന്നത് ഇതിൽ ആരാ കൾപ്രിറ്റ്? ഇനി വരും ഭാവി ദിവസങ്ങളിൽ അറിയാം. സുരേന്ദ്രൻ രാജിവെക്കണമെന്നാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നേതാക്കൾ ഏതോ ഒരു സിനിമയിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യോ ഒച്ചാ പോകല്ലേ. എന്തായാലും സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സന്നദ്ധത സുരേന്ദ്രൻ അറിയിച്ചാൽ മാത്രം പോരാ, സുരേന്ദ്രൻ രാജിവെച്ച് പുറത്ത് പോയേ മതിയാകൂ എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന് BJPക്കെതിരെ പടപൊരുതൽ തുടരുകയാണ്. അതേസമയം സുരേന്ദ്രൻ രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ കേരള BJP തകരും എന്നാണ് അവർ പറയുന്നത്. കേരള BJPയിൽ പിന്നെ ഒരു നാഥനില്ലാതാകും, കേരള BJP അനാഥമാകും എന്നാണ് BJPയിലെ മറ്റ് അണികൾ, അതായത് സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ കെ സുരേന്ദ്രനെതിരെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പക്ഷവും കൃഷ്ണദാസിൻ്റെ വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ പക്ഷം തങ്ങളുടെ പോര് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ കരമന ജയൻ എന്ന് പറയുന്ന BJPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം സുരേന്ദ്രന് അനുകൂലമായിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം. എന്തിനും ഏതിനും തന്നെ വിമർശിക്കുന്ന നേതാക്കൾക്കടക്കം എല്ലാ പേർക്കും അവസരങ്ങൾ കൊടുത്തും നേതാക്കളെ ഒരു ചരടിൽ കോർത്തിണക്കി സദാസമയവും ചിരിക്കുന്ന മുഖത്തോടെ പ്രവർത്തകരിൽ നിറഞ്ഞ് നിന്ന് കെ സുരേന്ദ്രൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് സമാഹരിക്കാൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞപ്പോൾ ആരും അദ്ദേഹത്തെ പൂവിട്ട് വാഴ്ത്താൻ വന്നില്ല. ഇപ്പോൾ പാലക്കാട് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ വിമർശനങ്ങളുടെ കുന്തമുനകൾ കൊണ്ട് കെ സുരേന്ദ്രനെ വേട്ടയാടുന്നവർ പാർട്ടിയെ രക്ഷിക്കാനല്ല, മറിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇനി അങ്ങോട്ട് വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. വീഴ്ചകൾ പരിഹരിച്ച് നാം മുന്നോട്ട് പോകണം. ഇതിനിടെ ചില കുത്തിത്തിരിപ്പുകളുമായി ഇറങ്ങിയിട്ടുള്ള സംഘടനയ്ക്ക് പുറത്തുള്ള ചിലരെ ജാഗ്രതയോടെ കാണണം, സൂക്ഷിക്കണം. ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സന്ദീപ് വാര്യരെയാണ് ഉദ്ദേശിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റിനെ ഒറ്റ തിരിച്ച് വേട്ടയാടാൻ പാടില്ല എന്നാണ് കരമന ജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കെ സുരേന്ദ്രൻ കേന്ദ്രത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടും കേന്ദ്രം കെ സുരേന്ദ്രനോട് രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ എന്നാണ് പറഞ്ഞത് എന്നാണ് കെ സുരേന്ദ്രൻ്റെ പക്ഷം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും അണികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ രാജിവെക്കില്ല എന്നാണ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത്. ഇനി കെ സുരേന്ദ്രൻ കേന്ദ്രത്തെ അറിയിച്ച കാര്യം ഇവിടെയുള്ള തോൽവിക്ക് കാരണം ശോഭാ സുരേന്ദ്രനാണെന്നാണ്. സന്ദീപ് വാര്യർ പോലുമല്ല, ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് ഏറ്റവും വലിയ തോൽവിക്ക് കാരണം. ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരുമാണ് ഇവിടുത്തെ തോൽവിക്ക് കാരണം എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ഡ്രൈവർ കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വോട്ട് മറിച്ച് എന്നാണ് സുരേന്ദ്രൻ്റെ പക്ഷം ആരോപിക്കുന്നത്. വലിയ ഒരു ആരോപണമാണ്. ശോഭാ സുരേന്ദ്രൻ ഇനി ഇതിന് മറുപടി പറയുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം അങ്ങനെ ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ പോര് പരസ്യമായി. സംഘടനയ്ക്കകത്തും പുറത്തും അപ്പോൾ പോരായി. കാരണം പുറത്തു നിന്നൊരാൾ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘടനയ്ക്ക് അകത്ത് രണ്ടുപേർ തമ്മിൽ പരസ്പരം അങ്ങോട്ട് പോരടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടും പ്രബല വിഭാഗമാണ്, ഒന്ന് കെ സുരേന്ദ്രനും ഒന്ന് ശോഭാ സുരേന്ദ്രനും. കെ സുരേന്ദ്രൻ BJPയിലെ ശക്തനായിട്ടുള്ള പാർട്ടി പ്രസിഡന്റാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ BJPയിലെ അണികൾക്ക് പ്രിയങ്കരിയാണ്. എവിടെ ചെന്നാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും കൂടെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ അത് ഈ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സന്ദീപ് വാര്യരുടെ പല ലക്ഷ്യങ്ങളും വിജയിക്കുന്നു. ഇതിൽ ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യരാണ്.
സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് 18,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിച്ച ആ സാഹചര്യത്തിൽ അത് എൻ്റെ ഗുണം കൊണ്ടാണ് ജയിച്ചത് എന്ന് സന്ദീപ് വാര്യർക്ക് അവകാശപ്പെടാനായിട്ട് സാധിച്ചു. അങ്ങനെ സാധിക്കുക മാത്രമല്ല, സന്ദീപ് വാര്യർ ഉദ്ദേശിച്ച രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പാർട്ടിയിൽ അകത്തു നിന്നുള്ള ഒരു സ്വരം കെ സുരേന്ദ്രനെതിരെ ഉയർത്തിയത് പരസ്യമായിട്ട് സന്ദീപ് വാര്യരാണ്. എന്നാൽ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ആ സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സന്ദീപ് വാചസ്പതി പോസ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെയാണ് ഈ സുരേന്ദ്രൻ രാജിവെച്ചാൽ അത് സന്ദീപ് വാര്യരുടെ വിജയമല്ലേ? സുരേന്ദ്രൻ രാജിവെച്ചാൽ അത് സന്ദീപ് വാര്യരുടെ വിജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. മാധ്യമങ്ങൾ അങ്ങനെ പറയും. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോഴും സന്ദീപ് വാര്യരെയാണ് മാധ്യമങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചത്. കാരണം സന്ദീപ് വാര്യർ പാലക്കാട് നിന്ന് പോയത് കൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ കോൺഗ്രസിന് വിജയിക്കാനായിട്ട് സാധിച്ചത്. ഇത്ര പാലക്കാട് നഗരസഭയിൽ പോലും ഗണ്യമായ രീതിയിൽ വോട്ട് കുറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ആ ഗണ്യമായ രീതിയിൽ വോട്ട് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യർ എഫക്റ്റാണ്. രാഹുലിൻ്റെ പാലക്കാടിൻ്റെ വാരിയറായി രാഹുൽ എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ തലക്കെട്ടൊക്കെ കൊടുത്ത് വാർത്ത അടിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം സന്ദീപ് വാര്യരുടെ ബിസിനസ് സക്സസ് ആയി നിൽക്കുകയാണ്. ഇനി കോൺഗ്രസ് സന്ദീപ് വാര്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് മാത്രം നമുക്ക് കണ്ടാൽ മതി. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിൻ്റെ മുഖമൊക്കെ അദ്ദേഹം തുടച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യം കണ്ടായിരുന്നല്ലോ. അദ്ദേഹം വളരെ മിടുക്കനാണ്, ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് എവിടെ തുടയ്ക്കണം, എവിടെ ആരുടെ കൈ പിടിക്കണം എന്നൊക്കെ നല്ലതുപോലെ അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം തൂവാല എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വേർപ്പൊപ്പുന്ന ചിത്രങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത്. കൊടിയോട് മുസ്ലിം ലീഗിന്റെ കൊടി 2 വീശി പതുക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതെ അങ്ങനെ ഇതാരുടെ എൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ പല കാര്യങ്ങൾ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം കളിക്കുന്നത്. അതിൽ അദ്ദേഹം ഫസ്റ്റ് ആദ്യത്തെ പടി അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ തട്ടലും തലോടലുമാണ്. അത് അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. പിന്നെ അദ്ദേഹത്തിന് ദൈവഭാഗ്യം ഉള്ളതുകൊണ്ട് കൃഷ്ണകുമാരി 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും എതിരെയുള്ള ആരോപണങ്ങൾ നല്ലതുപോലെ ഉന്നയിക്കാനായിട്ട് സന്ദീപ് വാര്യർക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുറുക്കി കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ BJP പിടിച്ചു കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ BJP നേതൃത്വത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തണമായിരുന്നു. എങ്കിൽ ഇത്രയും വഷളാകില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. സന്ദീപ് വാര്യർ പുറത്തേക്ക് പോയത് തന്നെ കെ സുരേന്ദ്രൻ്റെ പല നടപടികളിലുമുള്ള അതൃപ്തി കാരണമാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ കെ സുരേന്ദ്രൻ എന്നോട് പ്രതികരിച്ചത് സന്ദീപ് വാര്യരുടെ ഒരു ചീള് കേസാണ് എന്ന് പറഞ്ഞാണ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ തോൽവിക്ക് പിന്നാലെ ഇവർ അംഗീകരിക്കുന്നില്ല ഇങ്ങനൊരു തോൽവി ഉണ്ടായതായി. ഇപ്പൊ കെ സുരേന്ദ്രൻ തന്നെ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിലൊന്നും BJP മുൻപ് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് പാലക്കാടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയും. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിലായിട്ടുണ്ട്, BJPക്ക് അവിടെ ഉള്ളത് 40,000 43,000 ഇടയിൽ വോട്ടാണ് തങ്ങൾക്ക് ലഭിക്കാൻ കഴിഞ്ഞു എന്ന രീതിയിൽ. ആ വോട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ പണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടി വളരുകയല്ലേ, എന്നിട്ട് വോട്ട് പിന്നോട്ടാണ് പോകുന്നത്. പക്ഷേ തോൽവിയാണ്, അംഗീകരിക്കാം, പരിശോധിക്കാമെന്ന് ആരും പറയുന്നില്ല. അതാണ് ഈ പാർട്ടിയുടെയും ഈ പ്രധാന നേതാക്കളുടെയും പരാജയം. ഇപ്പോൾ സുരേന്ദ്രൻ തരൂർ, ശിവരാജൻ, സന്ദീപ് വാചസ്പതി, ശോഭാ സുരേന്ദ്രൻ, കൃഷ്ണദാസ്, അങ്ങനെ പല ആൾക്കാരും പരിശോധിക്കാമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട്. പരിശോധിക്കണം എന്ന് ഒരു നിർദ്ദേശം പാർട്ടി പ്രസിഡന്റിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം ചെവിക്കൊള്ളുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അദ്ദേഹം അത് ചെവിക്കൊള്ളണം. അദ്ദേഹം അത് ചെവിക്കൊണ്ട് അത് പരിശോധിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ വിളിച്ച് പറയുന്ന ആൾക്കാർ ശത്രുതാ മനോഭാവത്തോടു കൂടി ഒരു സൈഡിൽ മാറ്റി നിർത്താതെ, എങ്കിൽ സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനെ അദ്ദേഹം വളമാക്കി മാറ്റുകയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം കോൺഗ്രസിൽ പോയി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വളമാക്കി അദ്ദേഹം കോൺഗ്രസിൽ വളരാനുള്ള ശ്രമമാണ് സന്ദീപ് വാര്യർ നടത്തുന്നത്. അതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അദ്ദേഹം സക്സസ്ഫുൾ ആകാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോയാലേ പറ്റത്തുള്ളൂ. കാരണം ഇതങ്ങനെ നടക്കത്തുള്ളൂ. കാരണം കെ സുരേന്ദ്രൻ ഇരിക്കുന്നിടത്തോളം കാലം കെ സുരേന്ദ്രൻ ഇന്ന കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട്, കെ സുരേന്ദ്രൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, കെ സുരേന്ദ്രൻ ബലിദാനികളെ അപമാനിച്ചു, കെ സുരേന്ദ്രൻ സംഘപ്രവർത്തകരെ അപമാനിച്ചു, കെ സുരേന്ദ്രൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പാർട്ടി പ്രസിഡന്റായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഇതിനെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അദ്ദേഹം പാർട്ടി പ്രസിഡന്റായ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനെ പാർട്ടി പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. അങ്ങനെ ആക്രമിച്ചില്ലെങ്കിൽ അതൊരു വാർത്താ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ
വലിയ രീതിയിൽ കലിപ്പിലാണ്. സന്ദീപ് വാര്യർ ആദ്യം പറഞ്ഞതുപോലെ, ശ്രീത്ത് പറഞ്ഞതുപോലെ സുരേന്ദ്രൻ്റെ പുക കണ്ടയാണ്.